കേരള സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ എങ്ങനെ ആപ്ലിക്കേഷൻ നൽകാമെന്നാണ് നാം ഈ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യം ഗൂഗിളിൽ കെ-സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം കെ-സ്മാർട്ടിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് കയറുന്നു. അതിനുശേഷം ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. അല്ലാത്ത ആളുകൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ലോഗിനിൽ സിറ്റിസൺ ലോഗിൻ എൻ്റർ ചെയ്ത് സിറ്റിസൺ ലോഗിനിൽ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം അതിൽ ഒരു 6 അക്ക OTP നമുക്ക് ലഭിക്കുന്നതാണ്. ആ OTP എൻ്റർ ചെയ്തുകൊണ്ട് കെ-സ്മാർട്ടിൽ ലോഗിൻ പൂർത്തിയാക്കുന്നു. അതിനുശേഷം ന്യൂ ആപ്ലിക്കേഷനിൽ താഴെയായിട്ട് സ്ത്രീ സുരക്ഷ എന്ന ഒരു വരും. അതിനുശേഷം സ്ത്രീ സുരക്ഷാ സ്കീമിലെ പെൻഷൻ ആപ്ലിക്കൻ്റ് എന്ന ക്ലിക്ക് ചെയ്ത് ലോക്കൽ ബോഡി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നു. ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയാണ്. അപ്പോൾ അതിൽ കോഴിക്കോട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ലോക്കൽ ബോഡി ടൈപ്പാണ്. ലോക്കൽ ബോഡി ടൈപ്പിൽ ഗ്രാമപഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഞാനിപ്പോൾ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഏത് ഗ്രാമപഞ്ചായത്താണ്, ഇപ്പോൾ ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്താണ്. അപ്പോൾ ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഇവിടെ എൻ്റർ ചെയ്തു. അതിനുശേഷം ചോദിക്കുന്നത് വാർഡാണ്, നിലവിലുണ്ടായിരുന്ന വാർഡ്. അതാണ് ഇപ്പോൾ കെ-സ്മാർട്ടിൽ അപ്ഡേറ്റ് ആയി കിടക്കുന്നത്. പുതിയ വാർഡുകളൊന്നും അപ്ഡേറ്റ് ആയി വന്നിട്ടില്ല. അപ്പോൾ നിലവിലുണ്ടായിരുന്ന വാർഡ് അതിൻ്റെ പേര് വെച്ച് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ചോദിക്കുന്ന ആധാർ വെരിഫിക്കേഷനാണ്. അപ്പോൾ അവിടെ ആധാർ നമ്പർ നൽകിക്കൊണ്ട് അതുപോലെ തന്നെ ആധാർ കാർഡിൽ ഉള്ള പേര് അതേപോലെ തന്നെ അവിടെ നൽകിക്കൊണ്ട് അത് വാലിഡേറ്റ് ചെയ്യുക. വാലിഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് നെക്സ്റ്റ് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. പ്രൊസീഡ് ചെയ്തതിന് ശേഷം നമുക്ക് താഴോട്ട് പിന്നീട് കാണുന്ന ഡീറ്റെയിൽസിൽ ശേഷം താഴെ കാണുന്ന ആപ്ലിക്കൻ്റ് നെയിംസ് ഡീറ്റെയിൽസ് അതേപോലെ തന്നെ ജോബ് ഡീറ്റെയിൽസ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. അതിനുശേഷമാണ് താഴെ ഡോക്യുമെൻ്റ് വയസ്സ് തെളിയിക്കുന്ന രേഖകൾ ഒക്കെ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം എലിജിബിലിറ്റിയിൽ സബ്മിറ്റ് നൽകി കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ പൂർത്തിയായി.